ഓ ഡിയേ എന്താ ചേട്ടാ? അതെ, നിന്റെ സുന്ദരി പെമ്മക്കളോട് പറയാ, ഈ ആഴ്ച ക്രിസ്മസ് ന്യൂ ഇയർ ആണ്. അപ്പൊ ഈ ആവശ്യമില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങൽ ഒഴിവാക്കുക. പിന്നെ പുറത്ത് പോയാലും ഈ കൂട്ടം കൂടി നിന്ന് ചലച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്ന് പറയേ. ഇനി അഥവാ എന്തെങ്കിലും മേടിക്കാൻ പോയതാണെങ്കിൽ നിന്നോട് തന്നെ നിന്ന് ഫുള്ള് ആൾക്കാരും വലയ്ക്കാണ്ട് ഒന്ന് ഒതുങ്ങി നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പോകാൻ പറയാനോട്ടോ നീ. ഒരു കാര്യം കൂടി, ഈ നടന്നു തുടങ്ങിയ പെമ്മക്കളോട് പറയാ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, മറ്റുള്ളവരും കൂടി ബുദ്ധിമുട്ടിക്കില്ലേ എന്ന് പറയാ. അവർക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് നീ പറഞ്ഞ് മനസ്സിലാക്ക്. പിന്നെ കുന്തിരിക്കും മേടിക്കാനും പഴം മേടിക്കാനും തൽക്കാലം ഇവരോട് പുറത്തേക്ക് പോകണ്ടെന്ന് പറയും. അതിന് നമ്മുടെ കുഞ്ഞന്മാരില്ലേ, അത്യാവശ്യം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അവരെ വിട്ടാൽ മതി, അവര് മേടിച്ചിട്ട് വരും. പിന്നെ പിള്ളമാരെ ചേട്ടന്മാര് അവരങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളെ കാര്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഇവരെ പ്രകോപിച്ച കാശുള്ള കുടുംബത്തെ പിള്ളേര് പലതും കാണിക്കും. അതിന്റെ ഒപ്പം ഒരു വാശി പിടിച്ചു പോണ സ്വഭാവം ഉണ്ട് ഇവർക്ക്. പുറകെ അവർ ഓടിച്ചു തോൽപ്പിക്കാന്ന് വെറുതെ എന്തിനാണ്, അതും പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതൊന്നും പാടില്ല, കാരണം ഭയങ്കര തിക്കും തിരക്കാണ്. പിന്നെ കുഞ്ഞന്മാരോട് അവർക്ക് കുറച്ച് പേർക്കൊക്കെ അഭ്യാസങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പുറത്തു വിട്ടുള്ള അഭ്യാസം കാണിക്കണ്ടേ. അങ്ങനെ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ക്രാപ്പിന് പോലും എടുക്കേണ്ടി വരില്ല കേട്ടോ. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ നിന്റെ കുഞ്ഞമ്മയുടെ മക്കള് അവര് പണ്ടേ ഓട്ടത്തിനും ചാട്ടത്തിനും വീക്കാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആരെങ്കിലും പുറയിലൊന്ന് ചേട്ടാ സൈഡ് തരാൻ പറയുമ്പോ ഒന്ന് സൈഡ് ഒന്ന് ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവരെ കാര്യം നോക്കി പോവും. അപ്പൊ ഇവര് എനിക്ക് ഓടാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പുറകിൽ വന്നാൽ മതി എന്നും പറഞ്ഞ് ഇവര് ഇങ്ങനെ അവരും കൊണ്ടുപോകണത് ശരിയല്ല. അപ്പൊ അതൊന്ന് നീ പറഞ്ഞ് മനസ്സിലാക്കണം ഇവരോട് കേട്ടോ. വേറൊരു കാര്യം കൂടി, ബാക്കിൽ ആരൊക്കെ വരണേന്ന് അറിയാണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് ഓടലും റോഡ് മുറിച്ച് കിടക്കലും ഒന്ന് നിർത്താൻ പറയും. ഓരോരുത്തന്മാര് എന്തൊക്കെ അടിച്ചു കയറിയിട്ട് എങ്ങനെയൊക്കെ വരണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മാവന്റെ പിള്ളേരാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നക്കാരൊന്നുമല്ല, അവരങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ പോണ കാര്യങ്ങളാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അവര് വിരുന്നിന് പോക്കും ടൂറ് പോക്കും ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ എന്നിട്ട് കുഴപ്പമെന്ന് പറഞ്ഞാൽ പോണോടത്തൊക്കെ ഒരു ഒച്ചയും ബഹളം ഇട്ട് നാട്ടുകാരെയും അവിടുത്തെ ഉള്ള ആൾക്കാരെ മുഴുവൻ വെറുപ്പിക്കും. അതൊന്നും നിർത്താൻ പറയും. എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കണേ, അതൊന്നും നിർത്താൻ പറയണം. ഞാൻ വലിയ ഏട്ടന്മാരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു നീ ഒന്ന് വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞേക്കണത്. അപ്പൊ ഇവരോട് പറഞ്ഞു വെച്ചേക്കാ, ഇവർ ആരെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കുറുമ്പുകൾ കാട്ടിക്കഴിഞ്ഞാൽ അവരുടെ നല്ല പൊട്ടിയിൽ കിട്ടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ക്രിസ്മസ് ന്യൂ ഇയർ ആണ് വരാൻ പോണേ. അപ്പൊ നോക്കിയും കണ്ടും നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Bye.